ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജിമ്മി മാത്യു എന്നാണ്. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ, അതായത് സ്തനാർബുദത്തിനെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഒരു പേഷ്യൻറ്റിനെ കണ്ടു. വെറുതെ നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മോളിൽ കൂടെ നടക്കുമ്പം ഓടി വന്ന് പറഞ്ഞു കണ്ടു. ഓർമ്മയുണ്ടോ ഡോക്ടർക്ക്? 6 മാസം മുമ്പ് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ മറ്റേ ബ്രസ്റ്റ് സർജനാണ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഞാനും കൂടെ കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഭാഗം ബ്രസ്റ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറൊരു ഇവിടെ സൈഡിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത ബ്രസ്റ്റ് അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ ആക്കി കൊടുത്തൊരു പേഷ്യൻ്റായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത്, അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റ്, വെറും 10-26 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കല്യാണക്കുറി അടുത്ത ദിവസം കിട്ടിയിരുന്നു. അപ്പം അവരും പറഞ്ഞത് അവർ കല്യാണം കഴിക്കാൻ പോവാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായും ചികിത്സിച്ച് മാറി എന്ന് പറയാം. ഇപ്പോൾ 4-5 കൊല്ലമായി അത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട്, ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പം വളരെയധികം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ സ്ത്രീകൾ ഇവിടെ പൂർണ്ണ സൗഖ്യമായിട്ട് ഇഷ്ടംപോലെ പേര് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, പലരുടെയും ബ്രസ്റ്റ് മുഴുവനായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാസ്റ്റക്ടമി ചെയ്ത് പലരുടെയും സ്തനം റിമൂവ് ചെയ്യേണ്ട വന്നിട്ടുമില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതേസമയം നമ്മൾ ആലോചിക്കുകയാണ് പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരിക്കും. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1800-കൾക്ക് മുമ്പൊക്കെ ആണ് ഇത്രയും കോമൺ ആയിട്ടുള്ള ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒരു സ്ത്രീക്ക് വന്നു എന്നുണ്ടായിരുന്നെങ്കിൽ മരണം ശരിക്കും പറഞ്ഞാൽ ഉറപ്പാണ്. കാരണം അന്ന് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ അത് വളരെ വലുതായി പുണ്ണൊക്കെ ആയി ഭയങ്കര വേദനയൊക്കെ ആയി കഴിയുമ്പോഴാണ് അന്നത്തെ സർജൻസ്, യൂറോപ്പിലുമൊക്കെ സർജൻസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ നാട്ടിൽ സുശ്രുതൻ്റെ കാലത്തൊക്കെ സർജൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള തീരെ നിവൃത്തിയില്ലാത്ത കേസുകളൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അനസ്തീസി ഇല്ലാതെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം മാത്രമാണ് എടുത്തു കളയുന്നത്. അപ്പോഴത്തേക്കും പലപ്പോഴും സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഇൻഫെക്ഷനിലും ആ വേദനയിലും ആ രക്തം പോയിട്ടുണ്ടാകുന്ന ഷോക്കിലും മിക്ക ആളുകളും ഒരു പകുതി പേരെങ്കിലും മരിച്ചു പോകാനുള്ള സാധ്യത പണ്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1890-കളിലാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊരു സംഭവം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായി എന്ന് വിചാരിക്കുക. വലിയൊരു മുഴ ബ്രസ്റ്റിൽ കണ്ടു. എന്നിട്ട് സർജനെ കാണിക്കുകയാണെങ്കിൽ സർജൻസ് ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ വില്യം ഹാൽസ്റ്റഡ് എന്ന് പറയുന്ന ഒരാളാണ് UK ആദ്യമായിട്ട് ഈ ബ്രസ്റ്റ് മാസ്റ്റക്ടമിയെ പറ്റി നന്നായിട്ട് പഠിച്ച ഒരു സർജനാണ്. ഇപ്പോൾ ഹാൽസ്റ്റഡ്സിൻ്റെ റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന് പറയുന്ന സർജറിയാണ് ഈ പ്രോട്ടോടൈപ്പ് സർജറി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഒരു ക്യാൻസർ കണ്ടു കഴിഞ്ഞാൽ ആ ബ്രസ്റ്റ് മാത്രമല്ല, ആ സ്തനം മാത്രമല്ല റിമൂവ് ചെയ്യുക. ആ സ്തനം, അതിൻ്റെ അടിയിലുള്ള കുറേ മസിൽസ്, നമ്മുടെ ഇവിടെയുള്ള പെക്സ് എന്ന് പറയുന്ന പെക്ട്രാലിസ് മേജർ മസിൽ, ചെസ്റ്റ് വോളിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ റിമൂവ് ചെയ്യും. ആക്സിലറി കക്ഷത്തുള്ള ദശയും ആ നോഡുകളും എല്ലാം എടുക്കും, കഴലകളൊക്കെ എടുക്കും. എന്തിന്? കഴുത്തിലെ നോഡുകൾ വരെ എടുത്തിരുന്നു ഹാൽസ്റ്റഡ് ഒരു കാലത്ത്. എന്നിട്ട് പുള്ളി വലിയ റാഡിക്കൽ സർജറിയുടെ ഒരാശാനായി മാറി. അതുകൊണ്ട് മാത്രമേ ശരിയാവുള്ളൂ എന്ന്. പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പല സർജൻസും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴ മാത്രം എടുത്തു കളഞ്ഞ് ആദ്യം അവർ നോക്കിയപ്പോൾ പലപ്പോഴും അവിടെ തന്നെ വീണ്ടും ആ ബ്രസ്റ്റിൽ വീണ്ടും മുഴ വരുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ ആ സൈഡിൽ വരുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ കക്ഷത്തിലുള്ള കഴലകളിൽ വരുന്നതായിട്ട് കണ്ടു. അപ്പം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ക്യൂറ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സർജൻസ് അങ്ങനെ ചെയ്തത്. ഏകദേശം 1950-കളോളം ഒരു 50, 60, 70 വരെയൊക്കെ ഈ റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന് പറയുന്നുള്ള ഐഡിയ നിലനിന്നു. ഓഫ് കോഴ്സ് അതുകൊണ്ട് വളരെയധികം ആൾക്കാർക്ക് ക്യൂർ കിട്ടി എന്നുള്ളത് സത്യമാണ്. കാരണം അത്രയും നമ്മൾ എടുക്കുമ്പം അത് സേഫാണ്, അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് പലരും ബെർണാഡ് ഫിഷർ എന്നൊക്കെ പറഞ്ഞൊരു സർജിക്കൽ ഓങ്കോളജിസ്റ്റൊക്കെയാണ് പിന്നീട് അതിനായിട്ടൊരു മാറി ചിന്തിക്കാനായിട്ട് ആൾക്കാർ തയ്യാറായത്. ആളുടെയൊക്കെ ഇടപെടൽ മൂലമാണ്. അപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി ഫെയിൽ ചെയ്യുന്നു. സർജറി ലോക്കലായിട്ട് പിന്നെയും വരുന്നു എന്നുള്ളത് മാത്രമല്ല, സർജറി പിന്നീട് ബ്രെയിനിലും ബോൺസിലും എല്ലുകളിലും ലങ്സിലും ശ്വാസകോശത്തിലും ഒക്കെ പടരുന്നു. അത് നമ്മുടെ ലോക്കൽ സർജറി ആയിട്ട് ചിലപ്പോൾ വലിയ ബന്ധം ഉണ്ടാവണമെന്നില്ല. 1. 2 ചെറിയ സർജറീസ്, വളരെ ലിമിറ്റഡ് സർജറികൾ ചെയ്തു കഴിഞ്ഞാലും ലോക്കൽ റിക്കറൻസ് വരണമെന്നില്ല. കാരണം ഓരോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും
സ്വഭാവം തുടക്കത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഹാൽസ്റ്റഡിൻ്റെ ടൈമിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഹാൽസ്റ്റഡിൻ്റെ ടൈമിൽ ഒരു ചെറിയ ക്യാൻസർ ആണെങ്കിലും ഒരു വലിയ ക്യാൻസർ ആണെങ്കിലും ഭയങ്കര വലിയ മ്യൂട്ടിലേറ്റിംഗ്, വളരെ വിരൂപപ്പെടുത്തുന്ന സർജറി ആണ് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ കുറേ ക്യാൻസറിനെ ഭയങ്കര ഓവറായിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ആണത് ചെയ്യുന്നിരുന്നത് എന്നുള്ളതാണ്. അവർക്ക് ക്യൂർ കിട്ടും, പക്ഷെ അത്രയും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതൊന്ന്. രണ്ട്, ചെറിയ ക്യാൻസറുകൾ തുടക്കം തന്നെ മെറ്റാസ്റ്റാസിസ് അല്ലെങ്കിൽ അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവയാണ്. അത് എന്ത് ചെയ്താലും കാര്യമില്ല, അത് പിന്നീട് ഫെയിൽ ചെയ്യും. കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ശരീരത്തിൻ്റെ മറ്റേ ഭാഗങ്ങളിലേക്ക് പകരും. അപ്പോൾ റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ അത് തടയാൻ സാധിക്കുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിലും പ്രശ്നമാണ്. ചിലപ്പം ഇത് ചെയ്തിട്ടും കാര്യമില്ല, ചിലപ്പോൾ അത് ഭയങ്കര ഓവർ ട്രീറ്റ്മെൻ്റ് ആണ് അതിന്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ റാഡിക്കൽ മാസ്റ്റക്ടമിയിൽ നിന്ന് ആൾക്കാർ പോയത്. പക്ഷേ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന് പറഞ്ഞ് ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് ലോകത്ത് പിന്നെയും തുടർന്ന് പോയത്, ഏകദേശം 1980-കൾ വരെ. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലെ പല ഭാഗങ്ങളിലും നമ്മളിത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രോഗികൾ തന്നെ പറയൂ, ബ്രസ്റ്റ് എടുത്തോളൂ, അല്ലെങ്കിൽ സ്തനം മൊത്തം എടുത്തോളൂ, അല്ലെങ്കിൽ അപ്പോൾ അത് സർജൻസും അത് എൻകറേജ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1980-കൾ മുതൽ 90-കൾ പിന്നെ 2010 മുതലൊക്കെ വളരെ അധികമായിട്ട്, ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രൈമറി സർജിക്കൽ ചികിത്സ എന്ന് പറയുന്നത് മാസ്റ്റക്ടമി അല്ല. പല കേസുകളിലും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ്. എല്ലാ ക്യാൻസറുകളും എല്ലാ സ്ത്രീകളും ഇതിന് യോഗ്യരല്ല. നമ്മൾ ചിലപ്പോൾ മാസ്റ്റക്ടമി തന്നെ വേണ്ടി വരാം. പക്ഷേ വളരെയധികം കേസുകളിൽ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റും. അതായത് മുഴ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം തന്നെ എന്തായാലും മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് മുഴ എവിടെയാണ്, കറക്റ്റായിട്ട് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അത് ബയോപ്സി ചെയ്യണം, വേറെ മുഴകളില്ല എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള കേസുകളിൽ, വളരെയധികം കേസുകളിൽ നമുക്ക് ആ മുഴയും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ടിഷ്യൂ മാത്രം എടുത്താൽ മതി. പക്ഷെ അതിനെ കമ്പൈൻ ചെയ്യണം. എങ്ങനെ? പത്തോളജിയും എല്ലാം നോക്കിയിട്ട് ഒരു ട്യൂമർ ബോർഡ് കൂടി റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ, പിന്നെ ബ്രസ്റ്റ് സർജൻ, ജനറൽ സർജൻ ആവാം, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആകാം, അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ, എല്ലാം കൂടി ഇരുന്നിട്ടുള്ള ഒരു ട്യൂമർ ബോർഡിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ സെയിം ഔട്ട്കം ആണ്, അതായത് സെയിം ഓർ ബെറ്റർ ഔട്ട്കം ആണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിലുള്ളത്. അതായത് ബ്രസ്റ്റ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും പല കേസുകളിലും. അപ്പോൾ മാസ്റ്റക്ടമി വേണമെന്നില്ല. അപ്പോൾ അതൊരു 2010 മുതൽ ഈ ലോകം മൊത്തം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബ്രസ്റ്റ് കൺസർവേഷൻ തന്നെയാണ് എന്ന് നമ്മൾ മറക്കരുത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം കൂടുതൽ പെട്ടെന്ന് ആൾക്കാർ അവെയർ ആയതുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് ചെറിയ മുഴകൾ തന്നെ സ്ത്രീകൾ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാമോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കേസുകൾ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ മറക്കരുതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതായിട്ടുമുള്ള സംഭവങ്ങൾ കൊണ്ട് വീണ്ടും വരാം. താങ്ക് യു.